2023-24 സാമ്പത്തിക വർഷത്തിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കിയ വിവിധ കാർഷിക പ്രവർത്തനങ്ങളുടെ ഒരു ഡോക്യുമെൻറ്റേഷനാണ് നമ്മൾ ആത്മ കണ്ണൂരിൻ്റെ നേതൃത്വത്തിൽ ഈ വർഷം നടപ്പിലാക്കിയത്. നമ്മൾ കണ്ണൂർ ജില്ലയിലെ 11 ബ്ലോക്കുകളിലും 89 കൃഷിഭവനുകളിലും നടപ്പിലാക്കിയ പദ്ധതികളെ സംബന്ധിച്ചൊരു വീഡിയോ ഡോക്യുമെൻറ്റേഷനാണ് തയ്യാറാക്കാനാണ് നിർദ്ദേശം നൽകിയത്. ഇതൊരു വളരെ സങ്കീർണമായ ഒരു പ്രവർത്തനമായിരുന്നു. നല്ല രീതിയിലുള്ള ഒരു എഫേർട്ട് വിവിധ കൃഷിഭവനുകളുടെ ഭാഗത്തു നിന്നും ബ്ലോക്ക് അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 11 ബ്ലോക്ക് ലെവൽ വീഡിയോകളും 89 കൃഷിഭവനിൽ നിന്നുള്ള വീഡിയോകളും തയ്യാറാക്കപ്പെട്ടു. ഈ വീഡിയോകളെല്ലാം തന്നെ നമ്മൾ ഓരോ ബ്ലോക്കിൽ നടത്തുന്ന റിവ്യൂ മീറ്റിങ്ങുകൾ വെച്ചിട്ട് ആ ബ്ലോക്കിൻ്റെയും അതാത് ബ്ലോക്കിലെ കൃഷിഭവനുകളുടെയും റിവ്യൂ മീറ്റിംഗ് നടത്തുകയും അതിൽ നിന്ന് ഏറ്റവും മികച്ച കൃഷിഭവൻ്റെ വീഡിയോയും ബ്ലോക്കിൻ്റെ വീഡിയോയും നമ്മളൊരു ജില്ലാതലം നടന്ന നമ്മുടെ സെമിനാറിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അവിടെ വെച്ച് ഈ എല്ലാ വീഡിയോസും അവിടെ പ്രദർശിപ്പിക്കപ്പെടുകയും ഏറ്റവും മികച്ച വീഡിയോയ്ക്ക് നമ്മൾ ബ്ലോക്ക് തലത്തിലും ബ്ലോക്ക് തലത്തിലുള്ള ഏറ്റവും മികച്ച വീഡിയോയ്ക്കും കൃഷിഭവൻ തലത്തിലുണ്ടായ ഏറ്റവും മികച്ച വീഡിയോയ്ക്ക് നമ്മൾ സമ്മാനം നൽകുകയും ചെയ്തു. ഇതിൻ്റെ ഒരു ഗുണഫലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ എല്ലാ പദ്ധതികളും പബ്ലിക്കിന് കാണാൻ തക്ക രീതിയിലൊരു ഡോക്യുമെൻ്റ് തയ്യാറാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണമായിട്ട് നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണ് കൃഷി വകുപ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 വർഷത്തിൽ നടപ്പിലാക്കിയത് എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കാനൊരു വേദിയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഡോക്യുമെൻറ്റേഷൻ കാണുന്നത്. ഈ എല്ലാ വീഡിയോകളും കൃഷിഭവനിൽ നിന്ന് തയ്യാറാക്കിയ വീഡിയോകളും ബ്ലോക്കിൽ നിന്ന് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള വീഡിയോകളും ആത്മ കണ്ണൂരിൻ്റെ യൂട്യൂബ് ചാനൽ വഴി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇതൊരു വളരെ നല്ലൊരു ഉദ്യമമായിട്ട് നമ്മൾ കാണുകയാണ്. കാരണം നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ഗുണഫലങ്ങൾ ഏതുവരെ എത്തിയെന്നുള്ളത് കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് ആളുകൾക്ക് മനസ്സിലാക്കാനും ഈ ഒരു വീഡിയോകൾ ഉപകരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും ഈ ഉദ്യമത്തിനൊപ്പം നിന്ന എല്ലാ ബ്ലോക്ക് കൃഷി വകുപ്പിലും എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ആത്മീയ ഉദ്യോഗസ്ഥന്മാർക്കും ഞാൻ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കണ്ണൂർ ആത്മയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ഡോക്യുമെൻറ്റേഷനെ പറ്റി ആലോചിച്ചപ്പോൾ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ അതിനെ കണ്ടത്. യഥാർത്ഥത്തിൽ ഇതൊരു 89 കൃഷിഭവനിലും അതുപോലെ തന്നെ 11 ബ്ലോക്കുകളുടെയും സമഗ്രമായിട്ടുള്ളൊരു വിവരണം അത് വീഡിയോ രേഖപ്പെടുത്തിയിട്ട് അത് പ്രസൻറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ യജ്ഞമായിരുന്നു. 5-6 ദിവസത്തിനുള്ളിൽ നമ്മൾ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓൾറെഡി അത് കൃഷിഭവനിലൊക്കെയുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ തന്നെ യോജിപ്പിച്ചുകൊണ്ട് നല്ല വീഡിയോ മിക്കവാറും എല്ലാവരും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഇതൊരു തുടക്കമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റേഷൻ്റെ പ്രാധാന്യം പുതിയ ഓഫീസർമാരുടെ തലമുറയ്ക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ ഇത് പ്രയോജനം ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ കാണിക്കുകയും അതോടൊപ്പം അവരിൽ നിന്ന് ഒരു അപ്രീസിയേഷൻ വാങ്ങിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ആ കാര്യത്തിൽ ഇത്തവണത്തെയുള്ള ഡോക്യുമെൻറ്റേഷൻ വിജയിച്ചു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആത്മ പദ്ധതി പ്രകാരം കർഷകർക്കായി പരിശീലനങ്ങൾ നടത്തുകയുണ്ടായി. വിവിധ വിഷയങ്ങളിലായി 20 പ്രദർശനത്തോട്ടങ്ങൾ ആരംഭിച്ചു. തൊഴിൽ നൈപുണ്യ വികസനത്തിനായി 36 പ്രാപ്തി വികസന പരിശീലനങ്ങൾ കർഷകർക്കായി സംഘടിപ്പിച്ചു. 40 ഭക്ഷ്യസുരക്ഷാ ഗ്രൂപ്പുകൾക്ക് ആനുകൂല്യം നൽകുക വഴി 400 ഗുണഭോക്താക്കൾക്ക് ഗുണം ലഭിച്ചു. നെൽകൃഷിയിൽ 3 ഫാം സ്കൂളുകളാണ് സംഘടിപ്പിച്ചത്. പുതിയ കാർഷിക രീതികൾ പഠിക്കുന്നതിനു വേണ്ടി ജില്ലയിലെ കർഷകർക്കായി പഠനയാത്രകൾ നടത്തുകയും ചെയ്തു. പരിശീലന ഘടകത്തിൽ ഉൾപ്പെടുത്തി 50-ൽ പരം പരിശീലനങ്ങൾ സംഘടിപ്പിച്ചു. ജില്ലയ്ക്കകത്തും പുറത്തും സംസ്ഥാനത്തിനകത്തും പുറത്തുമായി സംഘടിപ്പിക്കപ്പെട്ട പരിശീലനങ്ങൾ കർഷകർ കൃഷിയിടങ്ങളിൽ പ്രാവർത്തികമാക്കിയത് പദ്ധതിയുടെ വിജയമാണ്. ലീഡ്സ് പദ്ധതിയുടെ ഭാഗമായി 243 കർഷകരുടെ കൃഷിയിടങ്ങളിലായി 243 വ്യത്യസ്തങ്ങളായ പ്രദർശനത്തോട്ടങ്ങൾ ഈ കാലയളവിൽ തയ്യാറാക്കുവാൻ സാധിച്ചു. സാങ്കേതിക വിവര വ്യാപനത്തിനായി 7.29 ലക്ഷം രൂപയുടെ ഉൽപാദനോപാധികൾ കർഷകർക്ക് നൽകി. കൃഷി ഉദ്യോഗസ്ഥർക്കായി പ്രതിമാസ സാങ്കേതിക വിജ്ഞാന ശില്പശാലയും സംഘടിപ്പിച്ചു.
നിലവിലുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളുടെ പ്രോത്സാഹനത്തിനായി 2 പ്രൊജക്റ്റുകളാണ് നടപ്പിലാക്കിയത്. ഇരിട്ടി കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനിക്ക് 9.197 ലക്ഷം രൂപയുടെ പ്രോസസ്സിംഗ് മെഷീനറികൾ സ്ഥാപിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകി. മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനിക്ക് 25 ലക്ഷം രൂപയുടെ പ്രോസസ്സിംഗ് മെഷീനറികൾ സ്ഥാപിക്കുന്നതിന് സാമ്പത്തിക സഹായം അനുവദിച്ചതിൽ നിന്നും 14.964 ലക്ഷം രൂപയുടെ സഹായമാണ് ഇതിനോടകം നൽകിയത്. കണ്ണൂർ ജില്ലയിൽ 4 ഫാമർ പ്രൊഡ്യൂസർ കമ്പനികളാണ് SFACയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നത്. കാർഷിക വിളകളുടെ വിപണനം മുഖ്യപ്രവർത്തനമാക്കിയ കിസാൻ കൈരളി FPC, നേന്ത്രവാഴ കൃഷിക്കാരുടെ ഉന്നമനത്തിനായുള്ള പാട്യം കൃഷിക, ഭൗമസൂചിക പദവി നേടിയ കൈപ്പാടി നെല്ലിൻ്റെ പ്രോത്സാഹനത്തിനായുള്ള മലബാർ കൈപ്പാട് FPC, സുഗന്ധവിള പ്രോത്സാഹനത്തിനായുള്ള മലപ്പട്ടം ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്നിവയാണ്. ഈ കമ്പനികൾക്കായി 2023-24 വർഷത്തിൽ 42.1807 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. ബ്ലോക്കുകളിലും സംഘടിപ്പിച്ച വർക്ക്ഷോപ്പിലൂടെ വിവിധ പദ്ധതികൾ സമഗ്രമായി ചർച്ച ചെയ്യുകയും നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ അംഗീകാരം നൽകുകയും ചെയ്തു. മാതൃകാ പുരയിടങ്ങളാണ് IFS പുരയിടങ്ങൾ. കൃഷിയിടത്തെ സമ്പൂർണ്ണമാക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ് IFS പദ്ധതിയിൽ സബ്സിഡി നിരക്കിൽ നൽകിയത്. പശു വളർത്തൽ, ആട് വളർത്തൽ, കോഴി വളർത്തൽ, ജൈവവള നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങി വിവിധ ഘടകങ്ങളിലായി 71 കർഷകരുടെ കൃഷിയിടത്തെ IFS മാതൃകാ പുരയിടങ്ങളാക്കി മാറ്റുന്നതിന് ധനസഹായം നൽകി കഴിഞ്ഞു. മുൻവർഷം നൽകാൻ ബാക്കിയുള്ള തുകയും 2023-24 വർഷത്തിൽ 8 കർഷകർക്കായി നൽകി. വർഷത്തിൽ 819 കർഷകരുടെ കൃഷിയിടങ്ങളാണ് ഫാം പ്ലാൻ പ്ലോട്ടുകളായി രൂപാന്തരം പ്രാപിച്ചത്. മുഴുവൻ കർഷകർക്കും തങ്ങളുടെ വരുമാനം മെച്ചപ്പെടുത്താൻ വേണ്ടി കൃഷിയിടങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങളും സാങ്കേതിക കാര്യങ്ങളും നൽകുകയുണ്ടായി. 2022-23 വർഷത്തെ മോഡൽ പ്ലോട്ട്സിൽ നൽകാൻ ബാക്കിയുള്ളവയും ഈ വർഷം നടപ്പിലാക്കി. ഫാം പ്ലാൻ പദ്ധതികൾ വഴി ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരണത്തിനായി 89 പഞ്ചായത്തുകളിലുമുള്ള അഗ്രിഗേഷൻ യൂണിറ്റുകൾക്ക് 10,000 രൂപ വീതം ആനുകൂല്യം നൽകി. സംരംഭകത്വ ഫണ്ട്, ഫാമർ പ്രൊഡ്യൂസർ കമ്പനികളുടെ പ്രൊജക്റ്റുകൾ എന്നിവ തയ്യാറാക്കുന്നതിന് 8 DPR ക്ലിനിക്കുകളാണ് നടത്തിയത്. ഇതിൻ്റെ ഭാഗമായി 100-ലധികം പദ്ധതികൾ തയ്യാർ ചെയ്യപ്പെട്ടു. ഒരുപക്ഷേ കൃഷിവകുപ്പിൻ്റെ തനത് ശൈലി തിരുത്തിയ ആദ്യത്തെ പദ്ധതി ഘടകമായിരിക്കും DPR ക്ലിനിക്കുകൾ. പ്ലാൻ 2023-24 പദ്ധതിയുടെ ഭാഗമായി 79 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം നടത്തുന്ന കൃഷിക്കൂട്ടങ്ങൾക്ക് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് നൽകി. നേന്ത്രക്കായ, ചക്ക, പച്ചക്കറികൾ, നാളികേരം തുടങ്ങിയ വിവിധ വിളകളുടെ ഉൽപ്പന്നങ്ങൾ വാല്യൂ അഡീഷൻ നടത്തി വിപണനം ചെയ്യുന്നതിനായി 50,000 രൂപ പ്രകാരമുള്ള ആനുകൂല്യമാണ് നൽകിയത്.
ജില്ലയിലെ കർഷകരുടെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കി രൂപീകരിക്കപ്പെട്ട 8 ഫാമർ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷനുകൾ അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 2023-24 വർഷത്തിൽ 21.275 ലക്ഷം രൂപയാണ് കൃഷിവകുപ്പിന്റെ സഹായത്തോടെ ചിലവഴിച്ചത്. കർഷകരുടെ പ്രവർത്തനത്തിലൂടെ കരുത്താർജിക്കേണ്ടവയാണ് FPOകൾ. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിനിമയം ലക്ഷ്യമാക്കി കണ്ണൂർ ജില്ലയ്ക്ക് അനുവദിച്ച ഹബ് കിസാൻ കൈരളി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ സഹകരണത്തോടെ കണ്ണൂർ നഗരത്തിൽ ആരംഭിക്കാനായത് എടുത്തു പറയേണ്ട നേട്ടമാണ്. ഈ ഇനത്തിൽ 5 ലക്ഷം രൂപയാണ് ഇവർക്ക് ധനസഹായം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ അഭിമാനമാണ് കേരള അഗ്രോ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കേരള അഗ്രോ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ കണ്ണൂർ ജില്ലയിലെ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിൽ കേരള അഗ്രോ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളോടൊപ്പം ജില്ലയിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച ഗ്യാപ്, സേഫ് ടു ഈറ്റ് ഓർഗാനിക് ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. മികച്ച ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്ന ഖ്യാതി നേടിക്കഴിഞ്ഞ മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനിക്കാണ് കേരള അഗ്രോ റീറ്റെയിൽ ഔട്ട്ലെറ്റ് അനുവദിച്ചിട്ടുള്ളത്. പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് പദ്ധതി പ്രകാരം കുറ്റ്യാട്ടൂർ മാംഗോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്ക് സോഡ മേക്കിംഗ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് 5 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകി. ഭൗമസൂചിക പദവിയുള്ള കുറ്റ്യാട്ടൂർ മാങ്ങയുടെ വിപണന സാധ്യതകൾ മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നതാണ് കുറ്റ്യാട്ടൂർ മാംഗോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി. ആത്മ കണ്ണൂരിൻ്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കിയ ചില പദ്ധതികളുടെ വിവരണം മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആത്മ പദ്ധതികൾ കൂടാതെ വളരെയധികം പദ്ധതികൾ ഓരോ കൃഷിഭവൻ മുഖേനയും നടപ്പിലാക്കിയിട്ടുണ്ട്. അവയിൽ മിക്കതും കൃഷിഭവൻ്റെ വീഡിയോകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആത്മ കണ്ണൂർ എന്ന യൂട്യൂബ് ചാനൽ വഴി അവ ഏവർക്കും ലഭ്യമാണ്.